ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വാർത്തയിൽ എന്തോ പറയുന്നുണ്ട്, നമുക്കത് ശ്രദ്ധിച്ച് കേട്ട് നോക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു ഹോണ്ടഡ് ഹൗസ് വന്നിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ അകത്ത് കയറുന്നവർക്ക് 50,000 രൂപയാണ് ഗവൺമെൻറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു ടാസ്ക് പോലെയാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുന്നവർക്ക് ഇതിൻ്റെ അകത്ത് എന്തോന്നുണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇതിൻ്റെ അകത്ത് കയറുന്നവർക്ക് സർക്കാർ 50,000 രൂപ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറണമെന്നുള്ളവർ നമ്മൾ ഒരു നമ്പർ കൊടുക്കാം, അതിലോട്ട് വിളിച്ചാൽ മതി. അപ്പോൾ ഇതിലോട്ട് കയറണമെന്നുള്ളവർ അപ്പോൾ ഗൈസ് നമുക്ക് അവരെ ഒന്ന് നമ്പറിലോട്ടൊന്ന് വിളിച്ചു നോക്കാം. അത് നമുക്ക് ഗവൺമെൻറ് തന്നെ 50,000 രൂപയാണ് തരുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒന്ന് വിളിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ അവർ തന്ന നമ്പറിലോട്ട് വിളിച്ചപ്പോൾ അവർ ഈ സ്ഥലത്തോട്ടാണ് വരാൻ പറഞ്ഞത്. അവർ പറഞ്ഞ സ്ഥലത്തോട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഗൈസ്. അയ്യോ, തലയിടിക്കാൻ പോയി ഗൈസ്. ഞാൻ ഒരു വെപ്പണൊന്നും എടുത്തിട്ടില്ല, ഇത് ചുമ്മാ പറ്റിക്കാൻ വേണ്ടി വല്ലതായിരിക്കും ഗൈസ്. അകത്ത് പോകുമ്പോൾ ഒന്നും കാണില്ല ഗൈസ്. ഇതെന്ന് തോന്നുന്നു, അയ്യോ മരിച്ചൊരു കല്ലറയൊക്കെയാണ് ഗൈസ്. എന്തുവാ ഗൈസ്? നടക്കൊന്നും നേരെ വഴിയൊന്നുമില്ല കേട്ടോ, ഭയങ്കര കുറേ ഉണ്ട് ഗൈസ്. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് ഗൈസ്. ഇതൊക്കെ ഇവർ ചുമ്മാ പറയുന്നതെന്ന് അവർ പറയുമ്പോഴേ മനസ്സിലാവും ഗൈസ്. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചുമ്മാ ഓടി അങ്ങ് കയറിയാണ്. ഇപ്പം നടന്നു പോകാം. ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. എൻ്റെ അമ്മച്ചി ഒരു കൈ, അയ്യോ അയ്യോ അയ്യോ, ദാ ബാക്കിന് പ്രേതം. അയ്യോ എൻ്റെ അമ്മച്ചി, എൻ്റെ ബാക്കി പ്രേതം. എൻ്റെ അമ്മ, എൻ്റെ അമ്മച്ചി, അപ്പൂപ്പ, അയ്യോ ഗൈസ്. അപ്പോൾ നമ്മൾ ആ പ്രേതം നമ്മൾ അടിച്ച് ആ ഹോസ്പിറ്റലിൽ കയറ്റിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി നടന്ന് വീട്ടിലോട്ട് പോകണം. പക്ഷെ ഞാൻ ഇന്ന് എന്തായാലും തിരിച്ചടി കൊടുക്കും. നമുക്ക് വെപ്പൺ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് തന്നെ പോവാം ഗൈസ്. നേരെ അങ്ങോട്ട് തന്നെ നമ്മൾ വീട്ടിലോട്ട് ഇപ്പോൾ പോവാം ഗൈസ്. നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മൾ താറാണ് ഗൈസ് നമ്മളെ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമുക്ക് പോവാം ഗൈസ്. നമുക്ക് നേരെ വെപ്പൺ വാങ്ങിക്കാൻ പോവാം. നമ്മൾ ഇങ്ങനെയാണ് കയറാനുള്ളത്. വേണ്ട, എൻ്റെ മേ കുറച്ച് പാടാട്ടോ. നമുക്ക് ഈ അടുത്തുള്ള ഒരു വെപ്പൺ കടയാണ് ഗൈസ്. പക്ഷേ ഒരു വലിയൊരു കടയാണ്, നല്ല വലുതൊക്കെയാണ് ഗൈസ്. അത് കുഴപ്പമില്ല, നമുക്ക് ഭയങ്കര പെടച്ചങ്ങ് വിടാം ഗൈസ്. ഭയങ്കര സ്പീഡിന് വിടാം. ഇതിൻ്റെ മേടിച്ചേനെ ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതുവഴിയാണ് നമ്മൾ വഴി വരുന്നത് ഗൈസ്. നല്ല സ്പീഡിന് അങ്ങ് വിടാം ഗൈസ്. 110 വിടാം. നമ്മൾ 120 പോയി വളവായ എൻ്റെ അമ്മ ഇപ്പോൾ പോയി ഇടിച്ചേനെ ഗൈസ്. നമുക്ക് അപ്പോൾ നേരെ അങ്ങ് പോവാം ഗൈസ്. നമ്മുടെ സ്ഥലം ഈ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ ഗൈസ്, ആ ബിൽഡിങ്ങാണ്. നമ്മൾ ഏത് വഴിയാണെന്ന് തോന്നുന്നു. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തോട്ടാണ് ഗൈസ് കയറാനുള്ളത്. നമുക്ക് കയറാം ഗൈസ്. അതാണ്ട് ഈ കടയാണ് ഗൈസ്. ഇതിൻ്റെ അപ്പുറത്തോട്ടൊരു കുഞ്ഞ കടയുണ്ട്, പക്ഷെ അത് ഭയങ്കര ദൂരമാണ് ഗൈസ്. ഇതിൻ്റെ അകത്തോട്ടാണെങ്കിൽ നല്ല ഗൺസൊക്കെ കിട്ടും. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ഗൺസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ്ട് ഇതാണ് നമ്മൾ ഗൺസ്. കുറേ ഗൺസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറാം. ഞാൻ സ്റ്റിക്കി ബോംബും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ചുമ്മാ നമുക്കിനി നേരെ അങ്ങോട്ട് തന്നെ വിടാം ഗൈസ്. നമ്മൾ ഹോണ്ടഡ് ഹൗസിൽ തന്നെ വിടാം. അവിടെ എത്തുമ്പോൾ അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്ര വെപ്പണാണ് വാങ്ങിച്ചത്. നമ്മൾ പിസ്റ്റൽ എടുത്ത് കൈ വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വല്ല പ്രേതം നടുക്കൂടെ വല്ല കയറി വരുമോ അറിഞ്ഞൂടെ ഗൈസ്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് ഈ ഗൺ വേണ്ട ഗൈസ്, വേറെ AK എടുക്കാം. AK-47. ഇതാണെങ്കിൽ കുറച്ച് ബുള്ളറ്റൊക്കെ ഉണ്ട്. പിസ്റ്റലാണെങ്കിൽ അത്ര ഇല്ല ഗൈസ്, പെട്ടെന്ന് തീർന്നു. റീലോഡ് ആക്കണം കുറേ സമയം. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് പോവാം. ഞാൻ എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ എന്തോന്ന് അവസ്ഥ. അയ്യോ ദാ ഉണ്ട് വന്ന് വെടി. അയ്യോ എമ്മയും പറഞ്ഞു ഈ വെടിവെച്ചോ എൻ്റെ അമ്മച്ചി. അയ്യോ ചത്ത് എൻ്റെ അമ്മേ ഗൈസ്. അപ്പോൾ എന്നെ ഇവിടെ ആരെന്നോ കൊണ്ടുവന്ന് ആംബുലൻസ്, സ്വന്തം ആംബുലൻസാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ആ ദൗത്യം തോറ്റിരിക്കുകയാണ് ഗൈസ്.
ഈ ദൗത്യം ആർക്കെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുപോലും എനിക്ക് അറിഞ്ഞുകൂടാ, ഇത്രയും പാടാണ്. എന്നാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.